ഗൗരവമുള്ള ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് അദ്ദേഹം അവസാനമായി സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇതിനെ ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വന്യജീവി ആക്രമണമുള്ള മരണത്തിൻ്റെ നിരക്ക് കുറഞ്ഞു വരികയാണെന്നുള്ള വാദം കൂടി മന്ത്രി വിചിത്രമായി ഉയർത്തുകയുണ്ടായി. അതിനേക്കാളൊക്കെ ഇന്ന് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളോട് ഈ സർക്കാർ എത്ര ഡിസോണസ്റ്റായിട്ടാണ്, എത്ര സത്യസന്ധതയില്ലാതെയാണ് പെരുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലെ പേജ് 65. അതിൻ്റെ ഒരു വരി മാത്രം ഞാൻ വായിക്കാം. കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളുമായുള്ള സംഘർഷത്തിൽ മനുഷ്യനഷ്ടം കുറയാൻ തുടങ്ങിയെന്ന് പറയാണ് സാർ. നമ്മൾ കേവലം കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തെ സംഭവം മാത്രം എടുത്താൽ ജനുവരി 15, 2025 നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. മൂത്തേടം മുച്ചക്കുളം ഊരിലെ കരിയൻ്റെ ഭാര്യ സരോജിനി 52 മരിച്ചത്. വീടിന് പിറകിലുള്ള വനത്തിൽ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ ആന പിറകിൽ നിന്നും അടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഇനിയിപ്പോൾ ഡിസംബർ 24 മുമ്പായി ഡിസംബർ അവസാനത്തോടുകൂടി മുള്ളിരിങ്ങാട് അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. ഡിസംബർ 24 കോതമംഗലത്തെ ക്ലാച്ചേരി സ്വദേശി കൊടിയാട്ട് എൽദോസ് 45 കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനു മുമ്പ് ഡിസംബറിൽ തന്നെ ഈ കോതമംഗലത്ത് തന്നെ നീണ്ടപാറ ചെമ്പൻകുഴിയിൽ കാട്ടാന പനമറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആൻമേരി മരിച്ചിരുന്നു. കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ആൻമേരിയും അൽത്താഫുമാണ് അപ്രത്യക്ഷമായ കാട്ടാന ആക്രമണത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഇനി അതിനു മുമ്പാണ്, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഈ നവംബറിൽ ഏകദേശം ഒരു മാസം മുമ്പാണ് കോതമംഗലത്ത് മാത്രം ഇന്ദിരാമ്മ എന്ന വീട്ടമ്മയുടെ മരണമുണ്ടായത്. ഞാൻ ഓർത്തു പോകുന്ന ഇന്ദിരാമ്മയുടെ മരണമുണ്ടായപ്പോൾ ആ ഗ്രാമത്തിൽ വളരെ വൈകാരികമായൊരു അന്തരീക്ഷം ഉണ്ടാവുകയും ആളുകൾ ആ ഡെഡ് ബോഡി കാണാൻ വരികയും ഞാനും ബഹുമാനായ എംപിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അവിടെ എത്തിച്ചേരുകയും ജനങ്ങളുടെ വികാരം ഏറ്റെടുത്ത് ഞങ്ങളൊരു സമരത്തിന് തയ്യാറായ ഡെഡ് ബോഡിയുമായി കോതമംഗലം നഗരത്തിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഞങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി കളക്ടറും മറ്റാളുകളും കോതമംഗലം ഗസ്റ്റ് ഹൗസ് വരെ വന്നതാണ്. പക്ഷേ ആ സമരത്തോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എത്ര ധിക്കാരം നിറഞ്ഞും ധാർഷ്ട്യമുള്ളതെന്നറിയാം. കളക്ടറോട് ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്നും ആ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാൽ മതി എന്നുള്ള വാശി എടുക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങൾ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറായില്ല. ആ ഡെഡ് ബോഡി സമരം ചെയ്യുമ്പോൾ പോലീസിനെ അയച്ച് ആ സമരപ്പന്തലിലേക്ക് പോലീസ് ഇരച്ചു കയറി ലാത്തിച്ചാർജ് നടത്തി ആ ഡെഡ് ബോഡി മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി. അതിനുശേഷം ഈ മോളിൽ ദൈവം എന്നൊരാളുണ്ടെന്ന് പറയുന്നതാണ്. ഒരു മാസം തികയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. കുട്ടമ്പുഴയിൽ സമാനമായ രീതിയിൽ ഒരു മരണമുണ്ടായി. ആ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസും പോലീസും മണിക്കൂറുകൾ കാത്തു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കുട്ടമ്പുഴയിൽ പോലീസിനെ ഉപയോഗിച്ച് ആ ഡെഡ് ബോഡി റിക്കവർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശക്തിക്ക് മേലല്ല ഒരു ഭരണാധികാരിയുടെയും ശേഷി എന്ന് പറയുന്നതിന് പറയാണ്. ഒടുവിൽ പുലർച്ചെ 2 മണിക്ക് അതേ കളക്ടർ കോതമംഗലം ഗസ്റ്റ് ഹൗസിലെത്തി. ഇവിടെ ഉള്ള മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മടങ്ങിപ്പോയ അതേ കളക്ടർ ഞങ്ങളെ കൂവി 2 കൈയും കൂപ്പി പറഞ്ഞു, ഈ ഡെഡ് ബോഡി എടുക്കാൻ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുവദിപ്പിക്കണം. ജനപ്രതിനിധികളെ ഞങ്ങളാണ് സാർ. അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുപ്പിച്ചത് എൽദോസിൻ്റെ. അന്ന് ഇന്ദിരാമ്മയുടെ മരണം നടന്നപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ എൽദോസിൻ്റെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾ അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഭയങ്കരമാണ് സാർ നിരന്തര ഭയത്തിൽ കഴിയുക എന്നുള്ളത്. നമുക്കത് മനസ്സിലാവില്ല. ആ മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? രാത്രി കൊച്ചും കുടുംബവുമായി കടന്നുറങ്ങുമ്പോൾ പുറത്തൊരു ഇലയനക്കം കേട്ടാൽ ചങ്കിടിക്കുകയാണ്. ആനയാണോ എന്നറിയില്ല. പക്ഷേ എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ നിരന്തരമായ മറുപടി എന്താണ് സാർ? നിരന്തരമായ മറുപടി, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണെന്നുള്ള. ഞാൻ അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഈ ജനങ്ങൾക്കുണ്ടാകുന്ന അവരോടുള്ള സമീപനം എന്താണെന്നറിയോ? ഫോറസ്റ്റ് ഓഫീസർമാർ ഈ വന്യമൃഗങ്ങളെക്കാളും കഷ്ടമായിട്ടാണ് ഈ ഫോറസ്റ്റ് ഓഫീസർമാർ അവരെ കൈകാര്യം ചെയ്തത്. 2021 പത്തനംതിട്ടയിൽ പൊന്നുമത്തായി എന്ന യുവാനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാട്ടിൽ കയറിയെന്ന് ക്യാമറയിൽ കണ്ടു എന്ന കുറ്റം ആരോപിച്ച് പിറ്റേ ദിവസം പൊന്നുമത്തായി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്.
CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. 2021 കൊല്ലത്ത് ആര്യങ്കാവിൽ സന്ദീപ് അവൻ്റെ സ്വന്തം പറമ്പിൽ കൃഷിപ്പണിയെടുത്ത് തിരികെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ റേഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യാനായി സന്ദീപിനെ വിളിപ്പിക്കുന്നു. അവൻ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ട് അവനെ തൂക്കിയെടുത്ത് റേഞ്ച് ഓഫീസിന്റെ ലോക്കപ്പിലിട്ട് മൃഗീയമായി മർദ്ദിച്ച് മൃതപ്രായനാക്കി. തുടർന്ന് മൃതദേഹപ്രക്ഷോഭത്തെ തുടർന്ന് സന്ദീപിനെ മോചിപ്പിച്ചു. 2023 മന്ത്രി റോഷി അഗസ്റ്റിന്റെ കട്ടപ്പനയിൽ സരുൺ സജി എന്ന ആദിവാസി യുവാവ് PSC റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നവൻ. ഈ യുവാവിനെ വ്യക്തിപേരാഗ്യം തീർക്കാൻ അവൻ സഞ്ചരിച്ച ഓട്ടോയിൽ നാട്ടിറച്ചി വെച്ച് പിടിച്ചിട്ട് കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ആ കേസിൽ നാഷണൽ SC/ST കട്ടപ്പനയിൽ തെളിവെടുപ്പ് നടത്തി അത് വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനും കൂട്ടാളികളും സസ്പെൻഷനിലായി. 2022 പത്തനംതിട്ടയിൽ റുക്കി ബീവി എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ സ്വന്തം പറമ്പിലെ പ്ലാവ് വെട്ടി വീടിന് അടച്ചുറപ്പുള്ള ഒരു വാതിലുണ്ടാക്കി. അനുവാദം മേടിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഫോറസ്റ്റുകാർ ആ വാതിൽ പറിച്ചുകൊണ്ടുപോയി. പിന്നീട് നാട്ടുകാർ പിരിവെടുത്ത് ആ പാവം വീട്ടമ്മയ്ക്ക് ഒരു വാതിൽ പണിതു കൊടുക്കുകയുണ്ടായി. 2024 നവംബറിൽ മൂന്നാറിലെ ചന്ദ്രൻ മോഷക്കേസിൽ കുടുക്കി 3 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. DFIയുടെ നേതൃത്വത്തിൽ അതിക്രൂരമായി അവരെ മർദ്ദിക്കുന്നു. രഹസ്യഭാഗത്ത് കണ്ണിലും മുളകരച്ച് തേക്കുകയും പല രീതിയിലും അവരെ പീഡിപ്പിക്കുന്നു. ഈ കേസ് കേട്ട ദേവികുളം മജിസ്ട്രേറ്റ് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും DFI വിലക്കി. അതിനെ തുടർന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റിനെതിരെ കള്ളക്കേസ് എടുക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കേസ് വായിച്ച വക്കീലിനെ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞു. 2020 കണ്ണൂർ വില്ലേജിൽ ആറളം ഡാമിന്റെ സൈഡിൽ കൂടി ഒഴുകിപ്പോകുന്ന പുഴയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന പ്രിൻസ് ദേവസി എന്ന വിമുക്ത ഭടനെ മാരകമായ യന്ത്രക്കണി എന്ന ചൂണ്ടയ്ക്ക് വിശേഷം കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ഒളിവിൽ പോയി. കേരള ഹൈക്കോടതിയിൽ ഇങ്ങനെ എത്ര സംഭവം ഞാൻ പറയണം സാർ. ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ, ഈ ക്യാബിനറ്റ് പുതിയ വന നിയമം കൊണ്ടുവന്നില്ലേ സാർ? നിങ്ങൾ വന നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലേ? അതിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച എന്താണ്? അതായത് ഏറ്റവും താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കടക്കം വെറും സംശയത്തിന്റെ പുറത്ത് ആരുടെ വീട്ടിലും കയറി പരിശോധന നടത്താനും വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കാനുമുള്ള അനിയന്ത്രിതമായ നൽകി. അതുപോലെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾ നൽകി. എന്നിട്ട് വലിയ നിലയിൽ എതിർപ്പ് ഉയർന്നു വന്നപ്പോ ഞാനേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ അതിനുശേഷം വായിച്ചു. വനം ഭേദഗതി നിയമം പിൻവലിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ വന്ന വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ സാർ, അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ബാക്കി ഈ കരനാഥന്മാരായി മുന്നിലിരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസ് കഷ്ണം എത്തിയതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത്. കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ, മലയോര മേഖലയെ പ്രതിനിധിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അഗസ്റ്റിൻ, അങ്ങയുടെ കയ്യിൽ ഇത് വന്നതല്ലേ? മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ്? അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ? മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ, UDF ആയിരുന്നപ്പോ KM മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരുടെ ശബ്ദമില്ല എന്ന് മാത്രമല്ല, അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതുപോലും ഇല്ലാത്ത സർക്കാരായി മാറി. കേരള കോൺഗ്രസിന് ഈ UDFിലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ? അവര് KM മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? ഇന്ന് അവരുടെ ശബ്ദം ഈ വന നിയമ ഭേദഗതി പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താ? വന നിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ല ഇത്. ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതി തന്ന വിഷയം എന്താ? നിങ്ങൾക്ക് ഡിമാൻഡിന്റെ കാര്യം പറയാം. വന നിയമ ഭേദഗതി പിൻവലിച്ചതാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതി തന്ന കാര്യം ഇവിടെ ഉണ്ട്. വനം വന്യജീവി ആക്രമണം എഴുതി തന്നത് ഇത് നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ? യെസ്, കം. നോ, അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം. എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ? യെസ്, അവിടെ ഇരിക്ക്. പ്ലീസ് അവിടെ ഇരിക്കണം. യെസ്, അങ്ങ് കണ്ടിന്യൂ. യെസ്, അങ്ങ് കണ്ടിന്യൂ. സർ, വന്യജീവിയുടെ അക്രമവുമായി ബന്ധപ്പെടാത്തതാണോ സാർ വനനിയമം പരാമർശിക്കാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണ്? പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സാർ. അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന്.
ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്ന് ആ നിയമത്തിന് അനുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോൾ ശരിയാണ്, മാറ്റേണ്ട വന്നു. മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന്. അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ. ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഞാൻ ഇന്നത്തെ എന്താ സാർ ഞാനിവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ഞാൻ പിൻവലിക്കാം. ഞാൻ ചോദിക്കുന്ന വന ഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത്? അത് നിഷേധിക്കാൻ കഴിയോ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും, UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു, 100%. പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം വന്നു. ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം. സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി, കാട് വിട്ടിറങ്ങുന്ന കാട്ടുപന്നി 3 കിലോമീറ്ററിനകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത്? ഈ സർക്കാരിന് ഒരു അധികാരവുമില്ല, ഒരു പവറുമില്ല എന്ന് പറയരുത്. പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറല്ല. സാർ, എന്നെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയിറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, വിഷമം കൊണ്ട് ഇത് ഞാൻ അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കും. പ്ലീസ്, ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ അനുവദിക്കണം സർ. ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് സർ. ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇന്ന് സംസ്ഥാന എന്താ സുഹൃത്ത് സർ, ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാം. ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേറ്റം ദുർബലമായ സാഹചര്യത്തിൽ UDF മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിന് ആ ജാഥയിൽ ഒരിടത്ത് പങ്കെടുക്കാൻ കാരണം ദുർബലമായി പോയ ശബ്ദത്തെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസുകാർ കടന്നു വന്ന് രാഷ്ട്രീയ പ്രായശ്ചിത്തത്തിന് നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാർ.